കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ, നമ്മളെ വാക്ക് നമ്മളൊന്ന് നിയന്ത്രിച്ചാൽ റബ്ബ് നമുക്ക് പൊരുത്തം തരും. വേണ്ടാത്ത ഒന്നും നമ്മളെ നാവ് കൊണ്ട് പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ കാണാൻ അല്പം ഉയരം കുറഞ്ഞ പെണ്ണാണ്. സഫിയ റളിയല്ലാഹു അൻഹ നല്ല ഭംഗിയുണ്ടെങ്കിലും ഉയരം കുറവാണ്. ഒരു ദിവസം നബിയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഭംഗിയേക്കാൾ കൂടുതൽ ബുദ്ധി കൂർമ്മതയാണ്. നല്ല തന്റേടാ ആയിഷ ബീവിക്ക്. ആയിഷ ബീവിയുടെ നബിക്ക് വലിയ ഇഷ്ടമാണ്. ഇഷ്ടമുണ്ടാവാനുള്ള കാരണം ഭംഗി കൊണ്ടല്ല, ബുദ്ധി കൂർമ്മത കൊണ്ടാണ്. സിദ്ദീഖിന്റെ മകളാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ. ഒരു ദിവസം എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ആയിഷ ബീവിയുടെ മറുപടി, ആയിഷന്റെ പ്രതികരണം, ഹസ്ബുക സഫിയ, നിങ്ങൾക്കിനി സഫിയ മതിയല്ലോ. ആ സംസാരിക്കുന്ന സമയത്ത് സഫിയ എന്ന കുള്ളത്തി മതിയല്ലോ. ഉയരൽപ്പം കുറവാ സഫിയക്ക്, നിങ്ങൾക്ക് ആ ഉയരം കുറഞ്ഞ സഫിയ മതിയല്ലോ എന്നൊരൊറ്റ വാക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഒരൊറ്റ വാക്കല്ലാതെ അത്തരം വാക്ക് വന്നിട്ടില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കുമ്പോൾ ആയിഷ ബിവിയോട് പറയുകയാണ്, ലൗ മുസിജത് ബിമാഇൽ ബഹരി ലന്തനതുഹു ഇന്നക ഖുൽതി ഖൗല ലൗ മുസിജത് ബിമാഇൽ ബഹരി ലന്തനതുഹു. ഓ ആയിഷ, നീ പറഞ്ഞ വാക്ക് 7 സമുദ്രത്തിലുള്ള വെള്ളത്തിലിട്ട് കലക്കിയാൽ ആ 7 സമുദ്രത്തിലെ മുഴുവൻ വെള്ളത്തെയും അത് മണപ്പിച്ച് കളയും ആയിഷ. അതുകൊണ്ട് നിന്റെ സംസാരത്തിൽ ഒരിക്കലും തന്നെ ഇഷ്ടമില്ലാത്തൊരു വാക്കും പറയരുത്. സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ പൊരുത്തം ആയിഷ ബീവി അതാ വാങ്ങുന്നു. ഗീബത്ത്, നമീമത്ത് ഒന്നും നമ്മൾ പറയരുത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം ഹജ്ജാജ് ഭരിക്കുന്ന കാലമാണ്. രാഷ്ട്രീയക്കാരെ പറ്റി ഗീബത്ത് പറഞ്ഞൂടെ? നമ്മളെ എതിർക്കുന്ന രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടെ? ഞാൻ പറയുന്നു, ഗീബത്ത് എന്തായാലും പറയാൻ പറ്റില്ല. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാവാണ്. ആ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ സംബന്ധിച്ച് ഒരു മനുഷ്യനെന്തോ ചില വാക്കുകൾ പറഞ്ഞു ഇബ്നു ഉമറിനോട്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ അടുത്ത് വന്നിട്ട് പറയാ, ഹജ്ജാജ് ഇബ്നു യൂസുഫ് അങ്ങനെയാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഉടനെ തന്നെ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ സംബന്ധിച്ച് ഇബ്നു ഉമറിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ പ്രതികരണം, നിങ്ങളെ എന്നോടിത് പറയണ്ട, നിങ്ങൾ ഹജ്ജാജിന്റെ അടുത്ത് പോയി ഈ വിവരം ഒന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം, എന്നാ അയാൾ തിരുത്തി നന്നാവും. ഇവിടുന്ന് ഇതിങ്ങനെ പറഞ്ഞ എന്നെ കേൾപ്പിക്കണ്ട, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ. എന്തൊരു മര്യാദ! എല്ലാ നന്മയിലേക്കും അള്ളാഹു നമുക്ക് വഴി കാണിച്ചു തരട്ടെ.